സംഗീതനാടക അക്കാദമി, ലളിതകല അക്കാദമി, ഇത് 2 അക്കാദമികൾ, അത് രണ്ടും അഡ്ഹോക്ക് അക്കാദമികളായിട്ട് മാറി നോമിനേഷനിലാണ് നടന്നു പോണത്. അത് രണ്ടിനും ഇതേ ഭരണഘടന ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഭരിക്കുന്നവർ വിചാരിച്ചാൽ ഈ ഭരണഘടന തള്ളിയിട്ട് അവിടെയും അതുപോലെ ഒരു അഡ്ഹോക്ക് ഭരണം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഏക സാംസ്കാരിക സ്ഥാപനം ഡെമോക്രസി നഷ്ടപ്പെട്ടു പോയി, പഴയ ഇതിൻ്റെയൊക്കെ രൂപത്തിലായി തീരുകയും ചെയ്യും. പിന്നെ എഴുത്തുകാർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണാനില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഇത് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരാനുള്ളൊരു മാർഗം പറയാതെ വയ്യ എന്ന് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഈ എമിനൻ്റ് മെമ്പർഷിപ്പ് രാജിവെക്കാൻ തീരുമാനിച്ച് കത്ത് എഴുതി അയച്ചത്. ഇത്രയാണ് എൻ്റെ കഥ. അതെ അതെ, അതിനെതിരെയാണ് എൻ്റെ പ്രതിഷേധം. രാഷ്ട്രീയം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്, പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളിൽ കോടതി, അതുപോലെ ഈ സാഹിത്യപരമായ സാംസ്കാരികമായ സ്ഥാപനങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ചതിൽ സി രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.